യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 41 മുതൽ 51 വരെയുള്ള വചനങ്ങളിലെ യഹൂദന്മാർ തമ്മിൽ പിറുപിറുത്ത ഉന്നയിച്ച ഒരു ചോദ്യം, അത് 5-ാമത്തെ ചോദ്യമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കർത്താവ് 51 വരെയുള്ള വചനങ്ങളിൽ നൽകുന്നത്. യേശുക്രിസ്തുവിനെ അവർ പരിമിതപ്പെടുത്തിയാണ് കണ്ടത്. യേശുക്രിസ്തു യോസേപ്പിന്റെ പുത്രനാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അതിനെ വിപുലമായി പഴയ നിയമ പുതിയ നിയമ അടിസ്ഥാനത്തിൽ, പുതിയ നിയമത്തിൽ പിന്നീടാണ് എഴുതപ്പെട്ടത്, പുതിയ നിയമ ഉപദേശാടിസ്ഥാനത്തിൽ കർത്താവ് വ്യക്തമാക്കി യേശുക്രിസ്തു കേവലം യോസേപ്പിന്റെ മറിയയുടെ പുത്രൻ മാത്രമല്ല, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് തത്തുല്യനായ, പിതാവായ ദൈവത്തിന് സമനായ ദൈവമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നതാണ് തുടർന്ന് നമ്മൾ കണ്ടത്. അതിൽ ഒടുവിൽ കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ വാക്യത്തിലേക്ക്, ആ വചനത്തിലേക്ക് നമ്മൾക്ക് ഇന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും ഒടുവിൽ പറയുന്ന വചനം, അത് നമ്മൾ ചിന്തിക്കാതെ പോയൊരു ഭാഗമാണ്. 51-ാമത്തെ വചനമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചില പ്രധാനപ്പെട്ട പ്രയോഗമുണ്ട്. യേശുക്രിസ്തു യോസേപ്പിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞവരോട് കർത്താവ് പറയുകയാണ്, ഞാൻ യോസേപ്പിന്റെ പുത്രനാണെന്ന് നിങ്ങൾ പറഞ്ഞു, മറിയയുടെ മകനാണെന്ന് പറഞ്ഞു. എന്നാൽ അതിലുപരിയായി ഞാൻ ആരാണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ഒന്ന്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അതിനൊക്കെ വലിയ മാനങ്ങളുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുക. രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ ജീവനുള്ള അപ്പമാണ്. ജീവനുള്ള അപ്പം എന്ന് പറഞ്ഞാൽ ജീവന്റെ അപ്പം എന്നുണ്ടല്ലോ, തൊട്ടുമുകളിൽ നമ്മൾ കാണുന്നുണ്ട്, ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം. ജീവൻ തന്നിൽ തന്നെ ജീവനുള്ളതും മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നവനുമാണ് യേശുക്രിസ്തു. മറന്നു പോകരുത്, ക്രിസ്തുവിൽ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 3-4 വചനങ്ങൾ യോഹന്നാൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. കർത്താവ് ജീവനാണ്. ആ ജീവന്റെ പ്രത്യേകത എന്താണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മറന്നുപോയി കാണില്ല എന്ന് വിചാരിക്കുന്നു. വെളിച്ചത്തിൽ നിന്നാണ് വെളിച്ചം പകരപ്പെടുന്നത്. വെളിച്ചത്തിൽ നിന്നേ വെളിച്ചം പകരപ്പെടൂ. അതുപോലെ തന്നെ ജീവനിൽ നിന്നേ ജീവൻ പകരപ്പെടുകയുള്ളൂ. യേശുക്രിസ്തു ജീവന്റെ അപ്പമാണ്. യേശുക്രിസ്തു ജീവനാണ്. തന്നിൽ തന്നെ ജീവനുണ്ട്. മാത്രവുമല്ല, ആ തന്നിൽ തന്നെയുള്ള ജീവൻ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതാണ്. വലിയ ആശയങ്ങളാണ്, അതൊക്കെ ആത്മീയമായിട്ട് ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത് കർത്താവ് പറയുന്നത്, ഈ അപ്പം നിങ്ങൾ തിന്നണം. ഈ അപ്പം തിന്നാൽ നിങ്ങൾക്ക് എന്നേക്കും ജീവിക്കാൻ കഴിയും. അപ്പോൾ എന്നേക്കും ജീവിപ്പിക്കുവാൻ കഴിയുന്ന അപ്പമാണിത്. ഇനി ആ അപ്പം എന്താണെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഇതൊരൽപ്പം മനസ്സിലാക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. അടുത്ത് പറയുന്നത് നോക്കുക, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഇത് വ്യാഖ്യാനിക്കാൻ തന്നെ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നെനിക്കറിയാം. സഹോദരന്മാരെ വളരെ ശ്രദ്ധിക്കുക. ഇത് പലരും വ്യാഖ്യാനിക്കാൻ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു കാര്യമായത്. ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം എന്താണ്?
അപ്പോൾ അതുവരെ കർത്താവ് ആ അപ്പം കൊടുത്തിട്ടില്ല. ഭാവികാല ക്രിയയിലാ പറയുന്നത്. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം എന്ന് പറയുന്നത് ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരുടെ, ലോകം എന്നവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാണ്, എൻ്റെ ശരീരമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതുപോലെ ഇത് കേവലം തിരുവത്താഴത്തിലെ അപ്പമല്ല, പിന്നെ ജീവൻ ഉൾക്കൊള്ളുന്ന കർത്താവിൻ്റെ ശരീരമാണ്. അത് നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു. എന്താ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ, 14-15 വാക്യങ്ങളാണ്. ജഡരക്തങ്ങൾ, മാംസവും രക്തവും മനുഷ്യനുണ്ട്. മനുഷ്യർക്കുള്ള മാംസവും രക്തവും ആ ജഡവും രക്തവുമില്ലാത്ത ദൈവം സ്വീകരിച്ചു. അതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ ജഡവും രക്തവും രക്ഷിക്കപ്പെടാത്ത മനുഷ്യന് വേണ്ടി നൽകി. തന്നിമിത്തം എന്താ ഉണ്ടായത്? അവർക്ക് ജീവനുണ്ടായി. ഇതാണ് കർത്താവ് പറഞ്ഞത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, യോഹന്നാൻ 10 സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരീരവും തന്നെയാണ്. ഇത് കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എൻ്റെ ജീവൻ. ഇത് നമ്മൾ ഈ കവലപ്രസംഗങ്ങളിലൊക്കെ പരസ്യയോഗത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മനുഷ്യന്റെ ജീവന് വേണ്ടി ജീവൻ നൽകാൻ ലോകത്തിൽ വന്ന ഏക വ്യക്തിവിശേഷം നമ്മുടെ കർത്താവായ യേശുവാണ്. ഈ വാക്യം മൊത്തം ആ ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുക. സമയപരിമിതി കൊണ്ട് ഞാൻ അവിടെ എങ്ങും തിരിയുന്നില്ല. അവിടെ കർത്താവ് പറയുന്ന ഒരു പ്രധാന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഞാൻ എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്? എന്നെ തന്നെ മനുഷ്യന് നൽകാനാണ് ഞാൻ വന്നത്. അങ്ങനെ എന്നെ തന്നെ മനുഷ്യന് നൽകുമ്പോൾ മനുഷ്യനുള്ള നേട്ടം എന്താണ്? അവർക്ക് ജീവൻ ലഭിക്കുകയാണ്. എഫേസ്യർ 2:1. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മനുഷ്യന് യേശുക്രിസ്തു ജീവൻ കൊടുക്കുകയാണ്. ആ ജീവൻ കൊണ്ട്, ആ ജീവൻ എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ ജീവൻ കൊണ്ട് യേശുവിനൊപ്പം ജീവിക്കുവാൻ സാധിക്കുക. ഇത് കർത്താവായ യേശുക്രിസ്തു ഈ പറയുന്നതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കണേ. ആ 51-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്ക്, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം അഥവാ അപ്പം, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന. ഞാൻ വളരെ ഗൗരവമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇതൊക്കെ വളരെ, ഈ ഓരോ വാക്കും വളരെ ഞാൻ കൊടുക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ ആർക്കും, യേശുക്രിസ്തു തന്നെത്താൻ കൊടുക്കാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും ആർക്കും കഴിയില്ല. യേശുക്രിസ്തു തന്നെത്താൻ കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. അതായി പറയുന്നതിന്റെ അർത്ഥം. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന. ഇത് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാന പ്രയോഗമുണ്ട്. അത് കുറഞ്ഞ പക്ഷം 6 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 6 ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഓടിച്ചൊന്ന് വായിച്ചു പോകാം. കുറിച്ചെടുക്കുമ്പോൾ എൻ്റെ കൂടെ, ഞാൻ പറയുന്ന കൂടെ തന്നെ ആ സ്പീഡിൽ തന്നെ എഴുതിയെടുക്കാൻ ശ്രമിക്കണം. ഒന്ന്, ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വചനമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ
വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം അടുത്ത വാദ്യം ഒന്ന് നോക്കിയേ, എന്താ? തന്നെത്താൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ യോഹന്നാൻ പറഞ്ഞത്, ഞാൻ കൊടുക്കുകയാണ്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മൂന്നാം വാക്യമൊക്കെ കേട്ടോ, സുവിശേഷ സന്ദേശമാണ്. അത് മുഴുവനും സുവിശേഷ സന്ദേശമാണ്. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? ആ ചോദ്യത്തിന് പല മറുപടി ഈ മൂന്നാം വാക്യത്തിലുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് നാളെ രാവിലെ ബൈബിള് ധ്യാനിക്കുമ്പോൾ ഈ വാക്യം എടുത്തു വെച്ചൊന്ന് ധ്യാനിക്കണം. എന്തിനാണ് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ക്രൂശിൽ മരിക്കേണ്ടതിന് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് യാഗമരണത്തെ കാണിക്കുക, സാക്രിഫിഷ്യൽ ഡെത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയാം. യേശുക്രിസ്തു എന്ത് ചെയ്യുക? യാഗമാക്കപ്പെടുകയാണ്. അതിന് ഞാനിതൊന്ന് ഉപമിച്ച് വെക്കുമ്പോൾ ശരിയാകും. ഒരു മൃഗത്തെ യാഗമാക്കുകയാണെന്നിരിക്കട്ടെ, പഴയ നിയമത്തിൽ മൃഗബലിയാണ്. മൃഗത്തെ യാഗമാക്കുകയാണെങ്കിൽ അതിങ്ങനെ തന്നെത്താൻ വന്ന് നിന്ന് തരുവോ? എന്റെ കഴുത്ത് വെട്ടിക്കോ, എന്നെ കൊന്നോ, എന്റെ തോലുരിച്ചോ, എന്റെ ശരീരം എടുത്ത്, എന്റെ ഈ മാംസം എടുത്ത് യാഗമെടുത്ത് വെച്ചോ, എന്നെ കത്തിച്ചോ എന്ന് പറഞ്ഞൊരു മൃഗം വന്ന് നിൽക്കുമോ? ഇല്ല. എന്നാൽ യേശുക്രിസ്തുവോ, സ്തോത്രം, ദാ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് കൈ നീട്ടിക്കൊടുത്തു. കാൽവരിയിലെ കുലമരത്തിൽ യേശു കർത്താവിന്റെ കൈകാലുകളിൽ ആണിയടിക്കുമ്പോൾ ആ കൈ വലിച്ചെടുത്തില്ല, അത് ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിന്റെ ഏറ്റവും വലിയ മഹത്വം, ആരെങ്കിലും ബലപ്രയോഗം നടത്തി യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്തി കൊന്നതല്ല, പിന്നെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എത്ര വലിയ ആത്മീക സത്യമാണ് ദൈവാത്മാവോട് വെളിപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത്? ഞാൻ ഒറ്റ വാക്ക് മാത്രം, ഗലാത്യ ലേഖനത്തിന്റെ 1:3 1, 2, 3 എന്ന് നമ്പർ ഇട്ട് പല കാര്യങ്ങൾ എഴുതാനുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? ഉത്തരം, നമ്മുടെ പാപങ്ങൾ നിമിത്തം, ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കാനാണ്. അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പാപങ്ങൾ നിമിത്തം തന്നെത്താൻ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:51 പറഞ്ഞിരിക്കുന്നതിന്റെ ഒരർത്ഥം. രണ്ടാമത് നോക്കാം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ, നമ്മളിപ്പോ വായിച്ച ഈ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കിയേ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അടുത്തെന്താ? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ, കണ്ടോ വാക്ക്, തന്നെത്താൻ കൊടുത്ത ദൈവപുത്രങ്കലെ വിശ്വാസ നിമിത്തം അത്രേ. കണ്ടോ? യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ പറയുന്നത് എന്താ? ഈ വാക്യമൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാണല്ലോ. വ്യാഖ്യാനിച്ചാൽ അവസാനിക്കുകയല്ല. കണ്ടോ? ഇവിടെ പൗലോസ് പറയുന്നത് എന്താ? ഞാനിപ്പോ ജഡത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു.
മരിച്ച ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. പിന്നെ പറയുക, ഇപ്പൊ ഞാൻ ഈ ജഡത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലെ വിശ്വാസം. ഇവിടെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു? ദാ എന്റെ കൈക്ക് കൂച്ചുവലം കിട്ടോളൂ, നിങ്ങൾ എന്നെ ചാട്ടവാറിനടിച്ചോളൂ, നിങ്ങൾ എന്നെ കുരിശിച്ചോളൂ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ട്? ഉത്തരം പറഞ്ഞ് എന്താ? അഡ്മിറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നെങ്കിൽ പറഞ്ഞോ. എന്താ? എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശു കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാക്കുകൾക്ക് ക്ഷാമമൊന്നും എനിക്ക് വരാറില്ല. പക്ഷെ ഈ ആശയങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ വീർപ്പുമുട്ടിപ്പോകും. ഞാൻ ഇങ്ങനെ പറയാം, ഒരു വാചകത്തിൽ നിങ്ങളത് അതിൻ്റെ ആ അർത്ഥത്തിൽ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താ? തൻ്റെ ജീവനേക്കാൾ യേശുക്രിസ്തു സ്നേഹിച്ചത് എന്നെയാണ്. എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നിങ്ങളത് വിശദീകരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്, എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കുക. അവിടെയും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന പ്രയോഗം അവിടെയും കാണാം. 5-ാം അധ്യായത്തിന്റെ, എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. ഗലാത്യ ലേഖനത്തിലെ അതേ പ്രയോഗം അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന എന്നെ സ്നേഹിച്ചു എന്ന, എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതെന്ന. എന്നാൽ ഇവിടെ എഫേസ്യ ലേഖനം 5:2 പറയുന്നത് എന്നെ സ്നേഹിച്ചു എന്നല്ല, പിന്നെ ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. നിങ്ങൾ വ്യാഖ്യാനിക്കുകയുള്ളൂ കേട്ടോ. ഞാൻ ഇതൊന്നും സമയമെടുക്കത്തില്ല. സമയമെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ഈ പോർഷനൊന്ന് നീങ്ങണ്ടേ. ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തത് ജീവിക്കാൻ വേണ്ടി അല്ല. യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാ? യാഗമാകാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. ആ യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവും. കാൽവരിയിലെ കൊലമരത്തിൽ നടന്നത് ഒരു യാഗമാണ്. യാഗവസ്തു യേശുക്രിസ്തുവാണ്. യാഗം നടത്തുന്ന കാർമ്മികനും യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു കാർമ്മികനും യേശുക്രിസ്തു യാഗവുമായി തീർന്ന് കാൽവരിയിലെ കുരിശിൽ യാഗാർപ്പണം നടത്തുകയായിരുന്നു. ആ യാഗം കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, അതുവരെയുള്ള കോടിക്കണക്കിന് ഈ യാഗങ്ങൾ കണ്ടിട്ട് ദൈവം പറഞ്ഞത് എന്താ? എനിക്ക് പ്രസാദമില്ലെന്നാ പറഞ്ഞ്, ഞാനിത് പ്രസാദിക്കുന്നില്ലെന്നാ പറഞ്ഞ്. എന്നാൽ ഈ യാഗം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നോക്കിയേ, ദൈവത്തിന് സൗരഭ്യവാസനയായ ദൈവം തൃപ്തനായി. ഇനി യാഗം വേണ്ട. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി യാഗം വേണ്ട. തന്നെത്താൻ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ. ഇതാണ് കാൽവരിയിലെ ക്രൂശിൽ കണ്ടത്. യോഹന്നാൻ 5:6-51 പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ ആവർത്തിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. ഇനി നോക്കുക, നാലാമതായി എഫേസ്യർക്കെഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായമാണല്ലോ നമ്മളിപ്പോൾ വായിച്ച 5:2. 5-ാം അധ്യായത്തിൽ തന്നെ 25-ാം വാക്യം നോക്കിയേ. അവിടെയുമുണ്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത്.
തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. 25-ാം വാക്യം നോക്കിയ, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. എന്നിട്ട് 27-ാം വാക്യം അവസാനിക്കുമ്പോൾ പറയുന്നത് നോക്കുക, കറ ചുളുക്കം മുതലായത് ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ, കർത്താവ് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. 5:2. ഇനിയും ഇവിടെ പറയുന്നത് എന്താ? ക്രിസ്തു സഭയെ സ്നേഹിച്ചു, സഭയെ സ്നേഹിച്ചു, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ കൊടുക്കുന്ന അപ്പം, ഞാൻ കൊടുക്കുന്നതല്ല, ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം, കാൽവരിയിലെ ക്രൂശിൽ തന്റെ ശരീരം, തന്റെ ജീവൻ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു സഭയെ കർത്താവ് നേടുകയാണ്, ഒരു സഭയെ കർത്താവ് സമ്പാദിക്കുക. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20:28 അവിടെ വാക്കിയെടുക്കാൻ പോകണ്ട. 20:28 പറയുന്നത് എന്താ? ക്രിസ്തു എന്താ ചെയ്തത്? ദൈവം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടം. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരാട്ടിൻകൂട്ടത്തെ സമ്പാദിക്കാൻ വേണ്ടിയാണ്. സ്വന്തം രക്തത്താൽ സമ്പാദിച്ചു. അതാണ് എഫേസ്യർ 5:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. എന്തിനാ? സഭയെ സമ്പാദിക്കാൻ വേണ്ടി. എന്നിട്ടോ ആ സഭയെ സമ്പാദിക്കുക മാത്രമല്ല, ഒരാശയം മാത്രം, ഇവിടുത്തെ പ്രസക്ത ഭാഗം മാത്രം പറയാം. സമ്പാദിക്കുക മാത്രമല്ല, നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ദൈവസന്നിധിയിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയല്ല. പിന്നെ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാ? കർത്താവ് നമ്മെ എന്ത് ചെയ്യുക? കർത്താവ് നമ്മെ കറയും ചുളുക്കവും മുതലായതൊന്നുമില്ലാതെ സഭയെ തനിക്ക് മുമ്പിൽ നിർത്തുകയാണ്. ആ തനിക്ക് മുമ്പിൽ നിർത്താൻ വേണ്ടിയാണ് തന്നെത്താൻ കുരിശിൽ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്. കണ്ടോ? 4-മത്, സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ഇനിയും 5-മത്, 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 1 തീമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മിക്കവാറും എല്ലാവർക്കും മനപ്പാഠം അറിയാവുന്ന വചനമായിട്ട് ഞാൻ കാണുന്നു. 2-ന്റെ-6-ാം വാക്യം എന്താ? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു. കണ്ടോ? എല്ലാവർക്കും വേണ്ടി. സ്തോത്രം. ഇത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ മുമ്പേ കണ്ടത് ഞാൻ, നിങ്ങൾ, സഭ, ഇവയ്ക്ക് വേണ്ടിയാണ് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇവിടെ പറയുന്ന നോക്കിയേ, 1 തീമോത്തിയോസ് 2:7 പൗലോസ് ലീഗ പറയുന്നത് നോക്കിയേ, ആർക്കു വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടി. ലോകത്തിൽ ജനിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജനിക്കാനുള്ളവരും എല്ലാവർക്കും വേണ്ടി ഒരുവൻ, ഒറ്റയൊരുത്തൻ കാൽവരിയിലെ ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ചില ശബ്ദം കൂടിപ്പോയോ? ക്ഷമിക്കണം കേട്ടോ. കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? എല്ലാവർക്കും വേണ്ടി.
പ്രിയപ്പെട്ടവരെ, എൻ്റെ രീതിയും സ്വഭാവവും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഈ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ ഞാനിതിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് പോകുന്ന ഒരാളാ. പക്ഷെ ഇന്ന് ഞാൻ അങ്ങോട്ടെങ്ങും തിരിയുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട്. ഏതാണെന്നറിയാമോ? എല്ലാവർക്കും വേണ്ടി മറുവിലയായി. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ? മറുവില. ഈ മറുവിലയ്ക്ക് ഇപ്പോ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഇതാണ്: മോചനദ്രവ്യം. ഒരാളെ ബന്ധിച്ചു വെച്ചിരുന്നാൽ ആ ബന്ധിച്ച ആളിനെ വിട്ടയക്കണമെങ്കിൽ അതിന് കോടികൾ ആവശ്യപ്പെടും. അത് കൊടുത്തെങ്കിലേ ആ ആളിനെ വിട്ടയക്കുകയുള്ളൂ. ഇതാണ് മോചനദ്രവ്യം. പാപചന്തയിൽ പാപത്തിന് ദാസന്മാരായി നമ്മൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ടോ. 49-ാം സങ്കീർത്തനം 7 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ മോചന ദ്രവ്യത്തിന്റെ കാര്യം. എന്താ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടത് അവനെ വീണ്ടെടുക്കുവാനോ, അടുത്തത് വീണ്ടെടുപ്പ് വില, മോചനദ്രവ്യം, വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. ലോകത്തിലേക്ക് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ഇറങ്ങി വന്ന യേശു ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. എന്താ? ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം എന്ന് പറഞ്ഞിട്ട് അടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്: അവന്റെ ജീവന് മറുവില ആര് നൽകും? കണ്ടോ? അവന്റെ ജീവന് മറുവില നൽകാൻ ഒരേ ഒരു മറുവിലയേ ഉള്ളൂ. അതാരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സുവിശേഷ സന്ദേശം ദൈവജനത്തിൽ രേഖപ്പെടുത്തി. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ സകല മനുഷ്യർക്കും വേണ്ടി മറുവിലയായി ഞാൻ ക്രൂശിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ഈ മറുവില എന്നുള്ള വാക്ക് വളരെ ചിന്തിക്കേണ്ടതാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. 6-ാമത് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം നോക്കിയാട്ടെ. പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വയം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? സകല അധർമ്മത്തിൽ നിന്നും. അത് തുടങ്ങുന്നത് അങ്ങനെയാ കേട്ടോ. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി. 2-ാമതോടെ പറയുന്നു, നോക്കുക: സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കുക, പിന്നെ നമ്മളെ ശുദ്ധീകരിക്കുക. എങ്ങനെ? സ്വന്തം ജനമായി ശുദ്ധീകരിക്കുക. ഇതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പം, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാണ്. ഞാൻ കൊടുക്കുകയാണ്.
എന്റെ ശരീരം, എന്റെ രക്തം, എന്റെ ജീവൻ ഞാൻ കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് തന്നത് എന്താണ്? ആ അപ്പം നമ്മൾക്ക് തന്നിരിക്കുക. ആ അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ജീവൻ ഉണ്ടാകുകയാണ്, നിത്യജീവൻ ഉണ്ടാകുകയാണ്. യേശു കർത്താവ് തന്നെ പരിമിതപ്പെടുത്തി യോസേപ്പിന്റെ മകനാണ്, മറിയയുടെ മകനാണ്, ഇവന്റെ സഹോദരങ്ങളൊക്കെ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് പരിമിതപ്പെടുത്തി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല, സർവലോകത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുകയാണ്. തദ്വാര, അതുവഴി ഞാൻ ലോകത്തിന്റെ ജീവാഹാരമായി മാറുകയാണ്, നിത്യജീവനായി മാറാൻ പോകുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ കേവലം യോസേപ്പിന്റെ പുത്രനല്ല. ഇതാണ് ഈ 51 വാക്യം വരെ കർത്താവ് സ്ഥാപിക്കുവാനായി ശ്രമിക്കുകയല്ല, സ്ഥാപിച്ചത്. ഇനിയും നമുക്ക് 52 മുതൽ 59 വരെയുള്ള വചനങ്ങൾ. അവിടെ വേറൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ഒരു ചോദ്യം, അതിൻ്റെ ഉത്തരം. 52 വചനത്തിൽ ആ ചോദ്യമുണ്ട്. എന്താ ചോദ്യം? യോഹന്നാൻ 6:52. മാംസം തിന്നേണ്ടതെന്ന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. ഇത് യഹൂദന്മാർ ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്. എന്താ? മുമ്പ് ചോദിച്ചു, ഇവൻ യോസേപ്പിന്റെ മകനല്ലയോ? ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം കണ്ടോ? ഇത് 6ാമത്തെ ചോദ്യമാണ്. ഈ അധ്യായത്തിലെ 6ാമത്തെ ചോദ്യമാണ്. എന്താ ചോദ്യം? നമ്മൾക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും? കണ്ടോ? കർത്താവ് പറഞ്ഞ, ഇന്നത്തെ ലോകത്തിന്റെ ഒരു വലിയ പ്രശ്നമാണിത് കേട്ടോ. ബൈബിൾ പറയുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തു പറയുന്ന ആത്മീക സത്യങ്ങൾ ആത്മീകമായി വിവേചിക്കാൻ കഴിയാത്തതിന്റെ കുഴപ്പമാണിത്. എന്താ? ഇവര് അക്ഷരീയമായിട്ട് എടുത്തു. എന്താ? യേശുക്രിസ്തുവിന്റെ മാംസം എന്ന് പറഞ്ഞാല്, ഞാന് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, ഈ നമ്മള് ഈ ബുച്ചർ ഷാപ്പിൽ പോയി എന്ന് പറഞ്ഞാൽ കശാപ്പ് കടയിൽ പോയിട്ട് ഇറച്ചി വാങ്ങിക്കുമല്ലോ, വീട്ടിൽ കൊണ്ട് പാചകം ചെയ്ത് കഴിക്കാനായിട്ട്. ഇതാ ഇവർ ചോദിക്കുന്നത്. ഇവന്റെ ഇറച്ചി നമുക്ക് തിന്നാൻ തരുമെന്ന്, ഇവന്റെ മാംസം നമ്മൾക്ക് തിന്നാൻ തരുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കഴിയും? അതെങ്ങനെ സാധിക്കും? നോക്കണം. ലോക മനുഷ്യന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം എന്താ? പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം മനസ്സിലാകത്തില്ല. കർത്താവ് പറഞ്ഞ പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പഠനത്തിൽ നമുക്കറിയാമല്ലോ. കർത്താവ് വെള്ളത്തിന്റെ കാര്യം, ഉദാഹരണം, ശമരിയക്കാരിയോട് പറഞ്ഞപ്പോൾ അവള് ധരിച്ചെന്താ? അവള് ധരിച്ചത് യാക്കോബ് പുഷ്പിച്ച കിണറ്റിലെ ആ വെള്ളം അവളെ വീട്ടിൽ കർത്താവ് എത്തിക്കുന്ന കാര്യമാണ് അവൾ ആദ്യം ചിന്തിച്ചത്. പിന്നെ അവൾക്ക് മനസ്സിലായത് ഈ വെള്ളത്തിന് വേറെ ഒരു അർത്ഥമുണ്ട് എന്ന്. ഇവിടെ ഇത് തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞ മാംസം, ഞാൻ പറയട്ടെ, ഇത്രയും പച്ച മലയാളത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകത്തക്കതുപോലെ ഈ ഭാഗ്യം എഴുതി തന്നിട്ടും ഇന്നും നമ്മുടെ സഭാമേലധ്യക്ഷന്മാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. അവരിപ്പോഴും പഠിപ്പിക്കുന്നത് എന്താ? ഈ മാംസം കുർബാനയാണ്, അതിലെ അപ്പമാണെന്ന്, അതിലെ പാനപാത്രമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ആ പാവങ്ങളെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? നോക്കുക, ഇത്രയും ലളിതമായി കർത്താവ് വ്യക്തമാക്കി തന്നിട്ടും നമ്മുടെ ആളുകൾക്ക് പോലും ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാകുന്നില്ല.
അവർ ചോദിക്കുകയാണ്, ഇവന്റെ മാംസം നമ്മൾക്ക് തിന്നാൻ തരുന്നത് എങ്ങനെ? നമ്മൾ നരഭോജികളാണോ? മനുഷ്യനെ തിന്നുവാനാണ്? ഇതാണ് ഇവർ ചോദിച്ചത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ഇവര് നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ എന്ത് ചെയ്തു? വാദിക്കുക. ഇവര് തമ്മിൽ വാദിക്കുകയാണ്. യേശു കർത്താവിനോട് ചോദിക്കുകയല്ല, ഇവർ തമ്മിൽ വാദിക്കുക. ഇത് യഹൂദന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു പോകാം. ഇത് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വാദിച്ചു എന്നുള്ളതിന് അവരുടെ ഇടയിൽ തമ്മിൽ സ്ട്രോവ് എമംഗ് ദം എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെ ഒരു തർക്കം, ഒരു വാദം ഉണ്ടാകുക. കർത്താവ് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 വാക്കുകൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലുമുണ്ട്, മറ്റു സുവിശേഷങ്ങളിലുമുണ്ട്. കർത്താവ് പറയുമ്പോൾ ഈ യഹൂദന്മാര് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ വിരളമായ സ്ഥലത്ത് മാത്രമേ. ഇവർ ചെയ്യുന്ന ഒരു പരിപാടി, ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന തമ്മിൽ വാദിക്കുക, അല്ലെങ്കിൽ രണ്ടാമത് പിറുപിറുക്കുക. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പിൽ കണ്ടല്ലോ, പിറുപിറുക്കുക. യേശു കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ട്, ഇവർ പിറുപിറുക്കുക. അവർ വിചാരിക്കുന്ന കർത്താവിന് ഇത് മനസ്സിലാകത്തില്ലെന്ന. മൂന്നാമത് ഹൃദയത്തിൽ നിരൂപിക്കുക. ഈ 3 പദപ്രയോഗങ്ങളാണ് കർത്താവ് ആത്മീക സത്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ പ്രതികരണമായി ഉണ്ടായിട്ടുള്ളത്. തമ്മിൽ വാദിക്കുക, പിറുപിറുക്കുക, ഹൃദയത്തിൽ നിരൂപിക്കുക. എന്നാൽ ഞാനൊരു വലിയ സത്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്താ? ഇതെല്ലാം കർത്താവ് മനസ്സിലാക്കി കൃത്യമായിട്ട് കർത്താവ് അത് പറഞ്ഞ് കൊടുത്തത് നമുക്ക് രേഖയാക്കി എഴുതി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇവരെന്താ നിരൂപിച്ചതെന്നും അല്ലെങ്കിൽ തർക്കിച്ചതെന്നും പിറുപിറുത്തതെന്നും കർത്താവ് പരസ്യമാക്കി. എന്നെക്കുറിച്ച് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് എന്നെക്കുറിച്ചൊരു ദോഷം നിങ്ങളെല്ലാവരും കൂടെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഞാനത് അറിയുന്നില്ല, ഞാനത് കേൾക്കുന്നില്ല. എന്നാൽ ഞാനത് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പരസ്യമായിട്ട് നിങ്ങളോട് തന്നെ അത് പറഞ്ഞാൽ അപ്പോഴുണ്ടാകുന്ന ഒരു ജാള്യത എന്ന് നോക്കിയേ, ഇല്ലേ? ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഇവൻ എങ്ങനെ ഇത് ഗ്രഹിച്ചു? ഞാൻ ഒറ്റ ഒരു വരി മാത്രം പറഞ്ഞിട്ട് അപ്പുറം പോകാം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് മനുഷ്യൻ തമ്മിൽ വാദിച്ചാൽ, മനുഷ്യൻ പിറുപിറുത്താൽ, മനുഷ്യൻ ഹൃദയത്തിൽ നിരൂപിച്ചാൽ അത് ദൂരത്തു നിന്ന് അറിയുവാൻ കഴിയുന്ന സർവജ്ഞാനിയായ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷ്മതയുള്ളവർ ആയിരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് മടങ്ങി വരാം. ഈ 52-ാം വാക്യത്തിൽ ഇവര് തമ്മിൽ വാദിക്കാനുണ്ടായ കാരണം എന്താ? നമുക്ക് സംഭവം അറിയാം. കർത്താവ് പറഞ്ഞു, എന്റെ മാംസം ഞാൻ കൊടുക്കുകയാണ് ലോകത്തിന്, അത് തിന്നുന്നവന് നിത്യജീവനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് അതവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ തമ്മിൽ ബാധിച്ചു. എന്താ ഇതിന്റെ യഥാർത്ഥ കാരണം? പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നോക്കുക, 2 പത്രോസിന്റെ 2-ാം ലേഖനം. ഈ കഴിഞ്ഞ ദിവസം റാന്നിയിലെ ഞങ്ങളുടെ കൺവെൻഷന് ഒരു ദൈവദാസന് ഈ വചനം ഉദ്ധരിച്ച് പ്രസംഗിക്കുകയുണ്ടായി. 2-ാം ലേഖനം, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 3-ന്റെ 16-ാം. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു.
കണ്ടോ? എന്തുകൊണ്ടാണ് ഇവര് തമ്മിൽ വാദിച്ചത്? ഉത്തരം ഇവിടെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? പൗലോസിന്റെ ലേഖനത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് പത്രോസ് ഇത് പറയുന്നത്. എന്നാൽ ഇത് പൊതുവെ തിരുവെഴുത്തും നമ്മുടെ കർത്താവിന്റെ വചനത്തോടും ചേർത്ത് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്താ ഇവിടെ പത്രോസ്ലിയ പറഞ്ഞിരിക്കുന്നത്? എന്താ? അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളത് ചിലത് ഉണ്ട്. കർത്താവ് ഈ പറഞ്ഞത് ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, ഗ്രഹിക്കാൻ അവർക്ക് പ്രയാസമായി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ, കർത്താവിന്റെ മുൻ വചനങ്ങളെ പോലെ, തിരുവെഴുത്തുകളെ പോലെ തന്നെ അവരെന്ത് ചെയ്തു? ആ അസ്ഥിരന്മാരായ അറിവില്ലാത്ത അവര് എന്ത് ചെയ്തു? ശേഷം തിരുവെഴുത്തുകളെ പോലെ അത് കൂട്ടിക്കളയും. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഇത് ശരിക്കും നടന്നുകൊണ്ടിരിക്കുക. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞത് എന്തെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് തോന്നുന്ന വ്യാഖ്യാനം അങ്ങ് നൽകുക. അവർക്ക് തോന്നുന്ന വ്യാഖ്യാനം. ഞങ്ങളുടെ റാന്നിയിലെ കൺവെൻഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഞായറാഴ്ച വരെ, കഴിഞ്ഞ ചൊവ്വാഴ്ച. അവിടെ പ്രസംഗിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണല്ലോ സഹോദരൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് അവർ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പം ബൈബിൾ അറിയാവുന്ന ചിലരൊക്കെ അവിടെ നിന്ന് ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി. എന്താണെന്നറിയാമോ? ഒരു സഭാമൂപ്പൻ എഴുന്നേറ്റ് ആരാധനയോട് ബന്ധപ്പെട്ട് പറയുകയാണ്, പുനർജനനത്തിൽ അവർ ദൈവ പുത്രന്മാർ എന്നറിയപ്പെടും എന്ന് പറയും. അദ്ദേഹം അത് പറഞ്ഞിട്ട് പറയാണ്, ഈ മൂപ്പൻ ആരാധനയ്ക്ക് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. സോറി കേട്ടോ, ബ്രദർകാരുടെ കുറ്റമാ ഞാനിപ്പോ ഈ പറയാണ്, ഇപ്പം വീണ്ടും ജനിച്ചെന്ന് നമുക്കാർക്കും പറയാൻ പറ്റുകയില്ല. അത് കർത്താവ് വരുമ്പോഴേ പുനർജന്മത്തിലെ അത് നടക്കത്തുള്ളൂ. കർത്താവ് വരുമ്പോ മാത്രമേ ഒരാൾ വീണ്ടും ജനിച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കണ്ടോ? എന്താ സംഭവം? യേശു കർത്താവ് പറഞ്ഞത് എന്താണെന്ന് പിടികിട്ടിട്ടില്ല. അതാണ് സംഭവം. ഇവിടെയും നോക്കുക, കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ മാംസം ഞാൻ ലോകത്തിന് കൊടുക്കാനിരിക്കുന്നു, അത് ലോകത്തിന് ഞാൻ നൽകുന്ന ജീവനാണ് എന്ന് കർത്താവ് പറഞ്ഞത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ തമ്മിൽ വാദിച്ചത്. ഇംഗ്ലീഷിലെ ഈ പത്രോസിന്റെ ലേഖനത്തിലെ ആ വചനമുണ്ടോ, ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന നല്ല ഒരു പ്രയോഗമാണ് ഹാഡ് ടു ബി അണ്ടർസ്റ്റുഡ് എന്ന. മനസ്സിലാക്കാൻ പ്രയാസമുള്ളത്. എൻ്റെ ഈ ലൈബ്രറിയിൽ ഒരു ബുക്കുണ്ട്, വില്യം മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകമാണ്, ദ ഹാർഡ് സെയിങ്സ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ കഠിന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള വാക്ക്. ഒരു നല്ല പുസ്തകമാണ്. ഇത് ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞത് എന്താ? നമ്മൾ പഠിച്ച ഭാഗത്ത് ഒരു കാര്യം പറയാം, അപ്പോൾ മനസ്സിലാവുമല്ലോ. ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടോട്ടിങ്ങ് പെട്ടെന്ന് വരാം. കർത്താവ് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയുന്ന. 2-ാം അധ്യായത്തിൽ ഇല്ലേ, ദൈവാലയം ശുദ്ധീകരിക്കുന്നതോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞാണ്, ഈ മന്ദിരം പൊളിക്കുവീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയും. അവര് ഗ്രഹിച്ചത് എന്താ? അവര് കർത്താവിനോട് ചോദിച്ച ചോദ്യം എന്താ? 46 കൊല്ലം കൊണ്ട് ഏറാതാവ് പണിതാ ഇത്. അവര് വിചാരിച്ചത് എന്താ? യേശുക്രിസ്തു പറഞ്ഞത് യഹൂദന്മാരുടെ ആ ദൈവാലയത്തെ കുറിച്ചാണെന്ന. എന്നാൽ കർത്താവ് പറഞ്ഞ എന്താ? തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ്. ഞാൻ പറയട്ടെ, തിരുവെഴുത്ത് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തോന്നുന്ന അർത്ഥങ്ങൾ വെച്ച് വ്യാഖ്യാനിക്കുന്ന രീതി ഇന്ന് നമുക്ക് സർവസാധാരണമായി കാണാൻ കഴിയുന്നതാണ്. ഇതിൽ
ശിഷ്യന്മാരുടെ ഇടയിൽ പോലും ഇതുണ്ടായിട്ടുണ്ട്. ഈ തമ്മിലുള്ള വാദമൊക്കെ ശിഷ്യന്മാരുടെ ഇടയിൽ, ഈ അധ്യായത്തിന്റെ ഒടുവിൽ നമ്മളത് കാണുന്നുണ്ട്. ശിഷ്യന്മാരായിരുന്നവരുടെ ഇടയിൽ പോലും ഈ പ്രയാസവും പ്രതിഭാസവും ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ എന്താ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? നമ്മൾ 51 വാക്യത്തോട് ബന്ധപ്പെട്ട് ചിന്തിച്ചതുപോലെ ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചത് തൻ്റെ യാഗമരണത്തെക്കുറിച്ചാണ്, സാക്രിഫിഷ്യൽ ഡെത്തിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഇനി നമുക്ക് 53 വാക്യത്തിലേക്ക് ഒരു അതൊന്ന് എടുത്തു നോക്കാൻ, അതൊന്ന് തുറന്നു നോക്കാൻ ശ്രമിക്കാം. 53 വചനം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. കേൾക്കണേ, ഇത് ആദ്യമായിട്ട് ഈ അധ്യായത്തിൽ ആദ്യമായിട്ട് കർത്താവ് രക്തത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെയാണ്. ഇവിടം വരെ രക്തത്തിന്റെ കാര്യവും രക്തം കുടിക്കുന്ന കാര്യവും കർത്താവ് പറഞ്ഞില്ല. ഇവിടെ വരെ കർത്താവ് അപ്പത്തെക്കുറിച്ചും അപ്പം തിന്നുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഇവിടം മുതലാണ് അപ്പത്തോടൊപ്പം കർത്താവ് രക്തം കൂടെ പറയുന്നത്. എന്റെ മാംസം തിന്നണം, 53 വചനത്തിൽ, എന്റെ രക്തം കുടിക്കണം. ഇനി 54 വാക്യത്തിലേക്ക് വരുമ്പോൾ, 53 വാക്യം ഞാനൊന്ന് നിർത്തി പറഞ്ഞു പോകാൻ കേട്ടോ. 53 വാക്യം എല്ലാവരും ബൈബിളിലോട്ട് സൂക്ഷിച്ചു നോക്കുകൂടെ ചെയ്തെങ്കിലേ ഞാൻ ഈ പറയുന്ന മനസ്സിലായി. ഇവിടെ 53 വാക്യത്തിൽ പറയുന്നത് തിന്നാതെയും കുടിക്കാതെയും ഇരുന്നാലെന്നാ. തിന്നാതിരുന്നാൽ കുടിക്കാതിരുന്നാൽ. 54 വാക്യം ചെയ്ത് നോക്കിയേ, എന്റെ മാംസം തിന്നണം, പിന്നെ എന്റെ രക്തം കുടിക്കുകയും ചെയ്യണം. 53 വാക്യത്തിൽ തിന്നാതെയും കുടിക്കാതെയും ഇരുന്നാൽ, 54 വാക്യത്തിൽ നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് എന്താ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഇവിടെ രണ്ടായിട്ട് ലോകത്തെ തിരികെ. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മാംസവും രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവർ ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ മറുവശത്തുള്ളവരാരാ? യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്തവർ, രണ്ട് കൂട്ടർ. ഇത് നോക്കുക, 54 വാക്യം കഴിഞ്ഞ് 55 വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് ഇതിന്റെ വ്യാഖ്യാനം നൽകുന്നു. നോക്കിയേ, ഞാൻ അതിനോട് കൂടെ ചേർത്തങ്ങ് പറഞ്ഞു പോവാം. എന്താ കർത്താവ് പറയുന്നത്? എന്താ? എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നത് പോലെയാണ് കർത്താവിടെ ക്ലാസ് എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്റെ രക്തം തിന്നണം, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണമെന്ന് പറഞ്ഞല്ലോ. അടുത്ത കർത്താവ് പറയാണ്, എന്റെ മാംസമാണ് സാക്ഷാൽ ഭക്ഷണം. ഇംഗ്ലീഷില് ആ സാക്ഷാൽ ഭക്ഷണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ആ വാക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് പറയാൻ, ഇൻഡീഡ് എന്നുള്ള വാക്കാണ്. മൈ ഫ്ലഷ് ഈസ് മീറ്റ് ഇൻഡീഡ്. അതിനകത്തൊരു സംശയവുമില്ല. ആൻഡ് മൈ ബ്ലഡ് ഈസ് ഡ്രിങ്ക് ഇൻ നീഡ്. ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവുമില്ല. യഥാർത്ഥ സാക്ഷാൽ
ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ പറഞ്ഞ് വിശദീകരിക്കാൻ സമയം വിനിയോഗിക്കുന്നില്ല. ചുരുക്കി ഞാൻ പറയാം, യഥാർത്ഥ അപ്പം, യഥാർത്ഥ പാനീയം കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ് എന്ന് കർത്താവ് പറയുക. ഇനിയും 56-ാം വാക്യത്തിലേക്ക് വരിക. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഒന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വളരെ ചുരുങ്ങിയ മിനിറ്റ് ഇനിയും നമ്മൾക്ക് മുമ്പിലുള്ളൂ. ഞാൻ ആ ഭാഗം എന്തായാലും അങ്ങ് വായിച്ചു തീർക്കട്ടെ. 59 വരെ. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് 57, ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറഞ്ഞു. 59-ാം വാക്യം നമുക്ക് ഒടുവിൽ ഒന്ന് തൊട്ടു പോകേണ്ട ഒരു വാക്യം മാത്രം. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞാന് ചുരുക്കി കൂട്ടി പറയാം. ഈ ഭാഗമൊക്കെ വെച്ചാണ് പലരും പറയുന്നത് യേശുക്രിസ്തുവിന്റെ മാംസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് തിരുവത്താഴത്തിലെ കുർബാനയിലെ അപ്പമാണെന്നും, പിന്നെ യേശുക്രിസ്തുവിന്റെ രക്തം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കുർബാനയിലെ പാനപാത്രം, മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പാനപാത്രം ആണ് എന്നും പലരും പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ആചാര അനുഷ്ഠാനപരമായ മതങ്ങളെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല. ഞാനിത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ഞാൻ പറയുന്നത് ഇതിന്റെ വ്യാഖ്യാനമാണ് ശരിക്കുമുള്ളത്. ഇവിടെ ഒരിക്കൽ എന്നേക്കുമായി ചെയ്യുന്ന കാര്യമുണ്ട്, 2 തുടർമാനമായി സംഭവിക്കുന്ന കാര്യമുണ്ട്. ഉണ്ടോ? ഒരിക്കൽ എന്നേക്കുമായി ചെയ്യുന്ന കാര്യവും തുടർമാനമായി സംഭവിക്കുന്ന കാര്യം. ഇനി ഈ വചനങ്ങൾ നമ്മളെ വായിച്ച ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയാം. ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഒരിക്കലാണോ, ആവർത്തിക്കുന്ന പ്രക്രിയയാണോ? നോക്കി, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കി. 56-ാം വാക്യം നമ്മൾക്ക് ഉദാഹരണത്തിന് നോക്കാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഇനിയും 55-ാം വാക്യം, 55 54, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. ഞാൻ ഈ 2 വചനത്തിലും കാര്യങ്ങൾ ഇനി എന്നെ നോക്കിയാൽ മതി കേട്ടോ. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഒന്ന് നിത്യജീവനുണ്ട്. അതാണ് 54-ാം വാക്യം. അവന് നിത്യജീവനുണ്ട്. ഇനിയും 56-ാം വാക്യം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, നിത്യജീവനുണ്ട്. എൻ്റെ രക്തം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്താൽ ഒന്ന്, അവർക്ക് നിത്യ ജീവൻ. 2, ഇത് 2 ചെയ്താൽ അവർ ഞാൻ അവരിലും അവർ എന്നിലും വസിക്കും. ഇനി ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഒരിക്കലാണ്, ഒരിക്കൽ നടക്കുന്ന കാര്യമാണ്, ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്ന കാര്യമാണ്. വൺസ് ഫോർ ഓൾ, ഒരിക്കൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ നിത്യജീവനോ
ഒരിക്കൽ തിന്നു കുടിച്ചു. അപ്പോൾ എന്ത് കിട്ടി? ആ എന്ത് ജീവിക്കുന്ന നിത്യജീവൻ. യേശുക്രിസ്തുവിനെ പിന്നെയും പിന്നെയും തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴാണോ നിത്യജീവൻ കിട്ടുന്നത്? ആഴ്ച തിരുവത്താഴം കഴിക്കുമ്പോഴാണോ നിത്യജീവൻ കിട്ടുന്നത്? എന്താ നിങ്ങൾ മിണ്ടാത്ത? ഈ വാക്യത്തിന്റെ അർത്ഥം തിരുവത്താഴം തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആഴ്ച നമുക്ക് നിത്യജീവൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണോ? അല്ല. 2, ആഴ്ച ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴാണോ നമ്മുടെ കർത്താവ് നമ്മിലും നാം കർത്താവിനും വസിക്കുന്നത്? അല്ല. അപ്പോൾ ഇതൊരു കൃത്യമായ ഒരു കാര്യമാണ്. തിന്നുക കുടിക്കുക എന്നുള്ളത് ഒരിക്കൽ നടക്കുന്നതും നിത്യജീവൻ ക്രമാനുഗതമായി നടക്കുന്നതുമാണ്. എന്നും നമ്മുടെ ജീവിതത്തിലുള്ളതാണ് നിത്യജീവൻ. യേശുക്രിസ്തുവിനെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കൽ നടക്കുന്നതും യേശുക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലും വസിക്കുന്നത് എന്നേക്കുമായി നടക്കുന്ന പ്രക്രിയയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ഒരു വസ്തുത കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇത് അരക്കിട്ട് ഉറപ്പിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുവഴുത്ത് അതുപോലെ തന്നെ ചിന്തിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് നോക്കുക, ഈ മാംസവും രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പൗലോസപ്പോസ്തലനൊക്കെ പൗലോസ്ലീഹായൊക്കെ ഈ തിരുവത്താഴത്തിന്റെ ഉപദേശം നൽകുമ്പോൾ പഠിപ്പിക്കേണ്ടത്, പറയേണ്ടത് എങ്ങനെയായിരുന്നു? നോക്കുക, ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കാം. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യം ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. സമയം നമ്മുടെ വൈകിയാണ് തുടങ്ങിയത്, എങ്കിലും സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തില് തിരുവത്താഴം കർത്താവ് സ്ഥാപിച്ചതും തിരുവത്താഴത്തിന്റെ ഉപദേശവും പൗലോസ് പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ കാണും. നോക്കുക, 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. കണ്ടോ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. ബ്രദറെ, അത് നീണ്ട ഒരു ഭാഗമായതുകൊണ്ട് ദയവായിട്ട് അത് വായിക്കണ്ട. നമുക്കവിടെ കർത്താവ് എടുത്തതും കൊടുത്തതും എന്താ? അപ്പം എടുത്തു കൊടുത്തു. 2 എന്താ? പാനപാത്രം എടുത്തു കൊടുത്തു. ഇല്ലേ? കർത്താവ് എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം ആണ്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. ഇനി രക്തം അഥവാ പാനപാത്രം എടുത്തിട്ട് കർത്താവ് പറഞ്ഞത് എന്താ? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പാനപാത്രം എടുത്തിട്ട് പറഞ്ഞ്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പിന്നെ ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. ഇത് കുടിക്കുമ്പോൾ ഓർമ്മയ്ക്കായി ചെയ്യും. ഇവിടെ ആ അടിവര കൊടുക്കേണ്ട ഒരു വാക്കുണ്ട്. എന്താ? ഓർമ്മയാണ്. കർത്താവിന്റെ രക്തവും കർത്താവിന്റെ ശരീരവും നൽകപ്പെട്ടതിന്റെ ഓർമ്മ. ശരീരവും രക്തവും അല്ല നൽകുന്നത്. ഇനി നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. 26-ാം വാക്യം നോക്കിയേ. 26. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ മാംസം തിന്നുകയും എന്നാണോ? അങ്ങനെ നിങ്ങൾ ഈ പാനപാത്രം കുടിക്കുക, രക്തം കുടിക്കുകയാണോ?
ഇനി നോക്ക്, അവിടെ ആവർത്തിക്കുന്ന കാര്യം നോക്കുക. 27-ാം വാക്യം. അയോഗ്യമായി അപ്പുകയും പിന്നെ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇനി നോക്ക്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ മാംസം തിന്നുകയും ഈ രക്തം കുടിക്കുകയും ചെയ്യുവാൻ എന്നാണോ? ആണോ? അല്ല, പിന്നെ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന മാംസവും രക്തവും നമ്മൾ കുടിക്കുന്ന കാര്യം, മാംസം തിന്നുന്നതും രക്തം കുടിക്കുന്ന കാര്യവും നമ്മൾക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെടാനുള്ള ആദ്യത്തെ കാര്യമാണ് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മാംസം തിന്ന് യേശുക്രിസ്തുവിന്റെ രക്തം കുടിച്ച് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ആ തിന്നുക കുടിക്കുക എന്നുള്ളതിന്റെ ശരിക്കുള്ള പാടെന്താ? വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുമ്പോൾ നടക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ അവിശ്വാസം വിട്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് കിടക്കുകയാണ്. തിരുവത്താഴം ഭക്ഷിച്ചാൽ ഇത് നടക്കുമോ? കുടിച്ചാൽ നടക്കുമോ? 2, മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടക്കുകയാണ്. തിരുവത്താഴത്തിന് അതിനുള്ള ശക്തിയില്ല. 3, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ അപ്പം തിന്നുകയും ഈ മാംസം തിന്നുകയും ഈ രക്തം കുടിക്കുകയും ചെയ്യുമ്പോഴാണ്. കാൽവരിയിലെ ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി ശരീര രക്തങ്ങൾ അർപ്പിച്ചു തന്ന യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്നതാണ് നിത്യജീവനും അവൻ നമ്മിലും നാം അവനിലും വസിക്കുന്ന പ്രക്രിയ. എന്നാൽ തിരുവത്താഴമോ? തിരുവത്താഴം ശ്രദ്ധിക്കണേ, ഞാനിനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസികളായി കഴിഞ്ഞവർക്കുള്ളതാണ് എന്ത്? തിരുവത്താഴം. ഒരൊറ്റ അവിശ്വാസി ഇത് തൊടാൻ അനുവാദമില്ല. വിശ്വസിച്ചവർക്കുള്ളതാണ് തിരുവത്താഴം. 2, തിരുവത്താഴം കർത്തൃദിവസം അഥവാ ഞായറാഴ്ച ദിവസം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവിനെ ഓർക്കാനുള്ളതാണ്. കർത്താവിനെ സ്വീകരിക്കാനുള്ളതല്ല, കർത്താവിനെ ഓർമ്മിക്കാൻ ഉള്ളതാണ്. ഇനി തിരുവത്താഴം ഒരിക്കൽ കഴിച്ച് നിർത്തുകയല്ല, പിന്നെ തിരുവത്താഴം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു വാക്ക് ഞാൻ അതിന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പറയട്ടെ, കർത്താവ് വരുവോളം തുടരുന്നതാണ് തിരുവത്താഴം. ഇതിൽ ഭക്ഷിക്കുക എന്നുള്ളത്, മാംസം തിന്നുക, രക്തം കുടിക്കുക എന്നുള്ളത് ആദ്യത്തെ പ്രവൃത്തിയാണ്. എന്നാൽ തിരുവത്താഴമോ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് തിരുവത്താഴം എന്ന് പറയുന്നത്. ആദ്യത്തെ പ്രവൃത്തി എന്താ? മാംസം തിന്നുക, രക്തം കുടിക്കുക അഥവാ യേശുക്രിസ്തു വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്ന കാര്യമാണ്. എന്നാൽ തിരുവത്താഴം ഓരോ കർത്തൃദിവസത്തിലും അഥവാ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം,
ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും, ഞാൻ ആ വാക്ക് മനഃപൂർവ്വം പറഞ്ഞതാണ്, ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും അനുഷ്ഠിക്കേണ്ടതാണ് തിരുവത്താഴം. അപ്പൊ ഇവിടെ ഞാൻ നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഇതിന്റെ ഒരല്പം ചില കാര്യങ്ങൾ കൂടെ പിന്നാലെ ചിന്തിക്കാൻ ശ്രമിക്കാം. അതോടെ ചിന്തിച്ചിട്ട് നമുക്ക് ഈ അധ്യായത്തിന്റെ സമാപനത്തിലേക്ക് നീങ്ങാം എന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കർത്താവ് തന്നെ വ്യാഖ്യാനിച്ച് നമ്മൾക്ക് തരുന്ന ഭാഗമാണിത്. PS തമ്പാന്റെയോ നമ്മുടെ ആരുടെയും വ്യാഖ്യാനം ഒന്നും ഇവിടെ ആവശ്യമില്ല. വ്യക്തമായി തിരുവെഴുത്ത് നമ്മൾക്ക് വ്യാഖ്യാനിച്ചു തരുന്ന സത്യങ്ങളാണിത്. തിരുവെഴുത്തിനെ നമ്മൾ തിരുവെഴുത്തായി തന്നെ അംഗീകരിക്കണം. അതിനോട് മായം ചേർക്കാൻ അനുവദിച്ചുകൂടാ. കർത്താവ് പറഞ്ഞ അർത്ഥത്തിൽ തന്നെ ഇവ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കാനും നമ്മൾക്ക് സാധിക്കട്ടെ. ഈ കാര്യങ്ങളുടെ ഒക്കെ ആത്മീയ അർത്ഥങ്ങൾ ചിന്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾക്ക് യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തെ ആരാധിക്കുവാനും നമ്മൾക്ക് സാധിക്കട്ടെ. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.